കാരുണ്യത്തിലേക്ക് സ്വാഗതം. പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് കാലൊടിഞ്ഞ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ഫലം കാണാതെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ SP ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ തിരുവനന്തപുരം വട്ടപ്പാറ നിവാസിയായ ജോണിയുടെ ഗത്യന്തരമില്ലാത്ത അവസ്ഥ മാസങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിൽ കാണിച്ചത് നിങ്ങൾ മറന്നു കാണില്ല. വിധി ഇത്ര ക്രൂരമായി ഇത്ര പെട്ടെന്ന് ആരുടെയും ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുതെന്ന് നാം മനസ്സാ പ്രാർത്ഥിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. മിക്കപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവങ്ങൾക്കാണ് ഒരിക്കലും ഒടുങ്ങാത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. നല്ലത് നടക്കുമ്പോൾ അത് ഭാഗ്യമായും അത്യാഹിതം സംഭവിക്കുമ്പോൾ അത് നിർഭാഗ്യമായും നാം വിലയിരുത്താറുണ്ട്. എന്നാൽ ഇതിലെല്ലാറ്റിനുമുപരി ഒരു വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഭാഗ്യവും നിർഭാഗ്യവുമായി മാറുന്നത് എന്നതാണ് വാസ്തവം. തിരുവനന്തപുരത്ത് വട്ടപ്പാറ സ്വദേശി ജോണിയുടെ ജീവിതത്തിൽ വിളയാടിയതും ഈ യുവാവിന്റെ ചുറ്റുപാടുകൾ തന്നെയാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ ജോണി ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥിയായ മകനുമൊപ്പം സ്വസ്ഥവും ആഹ്ലാദകരവുമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെട്ടിടം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോണി അബദ്ധത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് കാലൊടിഞ്ഞു. അതൊരു വലിയ വിപത്തായി അപ്പോൾ തോന്നിയില്ല. എന്നാൽ ഒടിഞ്ഞ കാൽ ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് തനിക്ക് ഏർപ്പെട്ട വിപത്തിനേക്കാൾ ഏറ്റവും വലിയ വിപത്ത് ആശുപത്രിയിൽ തന്നെയാണ് പതുങ്ങിയിരുന്നതെന്ന് പിന്നീടാണ് ജോണിക്കും ബന്ധുക്കൾക്കും മനസ്സിലായത്. കാലിലെ എല്ല് പൊട്ടി മുറിഞ്ഞെടുത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്ലാസ്റ്റർ ഇട്ടു. ഇത് രോഗം കൂടുതൽ കലശലാവാൻ കാരണമായി. ആ ഭാഗം പഴുത്ത് ദ്രവിച്ച് എല്ലിനുള്ളിലെ മജ്ജ പൊട്ടിയൊഴുകാൻ തുടങ്ങി. കഴിഞ്ഞ 1.5 വർഷമായി മെഡിക്കൽ കോളേജിൽ പല ചികിത്സകൾ ചെയ്തിട്ടും രോഗം അനുദിനം കൂടുകയല്ലാതെ തരിമ്പും കുറഞ്ഞ ലക്ഷണമില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനാസ്ഥയും അവഗണനയും പാവങ്ങൾക്ക് നേരെ പാമ്പ് പത്തിവിടർത്തിയതുപോലെ വിഷം വമിക്കുന്നതാണെന്ന് ഈ വിധത്തിലുള്ള അനേകം അനുഭവങ്ങളിൽ നിന്നും ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. ജൂലൈ 6 പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് വീണ് വലത്തെ കാല് ഒടിഞ്ഞ് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ട്. മെഡിക്കൽ കോളേജിൽ പോയി സുഗന്ധി മേഡം വരുന്ന എന്നെ നോക്കിയത്. കാല് പ്ലാസ്റ്റർ ഇട്ട് വിട്ടായിരുന്നു. കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അതിന് ഫസ്റ്റുടെയാണ് പ്ലാസ്റ്റർ ഇട്ടിരുന്നത്. 2ാം പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ മുറിവ് വലുതാവുകയും അത് പഴുത്ത് ഒരു വല്ലാത്തൊരവസ്ഥയാവുകയും അണുക്കളൊക്കെ കയറി. അങ്ങനെ പിന്നെ അത് വെച്ച് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓപ്പറേഷനും ചെയ്ത് എൻ്റെ കാല് പിന്നീട് പൊട്ടി ഒലിച്ച് ഈ മജ്ജ വരെ വെളിയിൽ പോകുന്ന അവസ്ഥ വരെ ആയി. അങ്ങനെ ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലിലേക്ക് 1.5 വർഷത്തോളം മെഡിക്കൽ കോളേജിൽ വന്നും നിന്ന്
ഇനിയും മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചാൽ കാൽ മാത്രമല്ല മൊത്തം ശരീരവും ജീവനും തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന നിലയിലായപ്പോൾ ജോണിയെ ബന്ധുക്കൾ SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഡോക്ടർ ചെറിയാൻ തോമസിന്റെ ചികിത്സയിലാണ് 6 മാസക്കാലമായി ജോണി. കുടുംബനാഥനും കുടുംബത്തിന്റെ ഒരേ ഒരു ആശ്രയവുമായ ജോണി വർഷങ്ങളായി ജോലിക്ക് പോകാനാകാതെ കിടപ്പിലായത് കാരണം അന്നന്നത്തെ ആഹാരത്തിനു പോലും നിവൃത്തിയില്ലാത്ത അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഈ കുടുംബം ജീവൻ പണയം വെച്ചതുപോലെ സ്വരുക്കൂട്ടിയതുകൊണ്ടാണ് ഇതുവരെ ജോണിയുടെ ചികിത്സകൾ മുടക്കം കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉടുതുണിയല്ലാതെ ഒന്നും ബാക്കിയില്ലെന്ന ധർമ്മസങ്കടാവസ്ഥയിലാണ് തീർത്തും നിരാദരനായ ഈ കുടുംബം ഇപ്പോൾ. അധ്വാനശീലനും മാതൃകാ കുടുംബനാഥനുമായ ജോണി കൃത്യമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു ജോലിക്കും വിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുടുംബ ചെലവിനും ജോണിയുടെ ചികിത്സയ്ക്കുമായി മറ്റൊരു മാർഗവും കാണാതെ ജീവിതം തികച്ചും നിശൂന്യമായി തീർന്നിരിക്കുന്ന ആപത്ത് സന്ധിയിൽ അടുത്തുള്ളൊരു ഫാൻസി കടയിൽ ഈ സഹോദരി ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എന്താകാനാ? രണ്ടര വർഷം മുമ്പ് ഞങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭർത്താവ് വീണിട്ട് 2.5 വർഷമായി. അതിനുശേഷം ശരിക്കും ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞിനെ വളർത്താൻ പോലും ഒരു നിവൃത്തിയില്ല. അതിനുമുമ്പ് എന്നെ ഒരിടത്ത് ഒരു ജോലിക്കോ അങ്ങനെ ഒന്നും വിട്ടിട്ടില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിലായതുകൊണ്ട് അടുത്തൊരു ഫാൻസി കട ഞാൻ പോകുന്നുണ്ട്. 1000 രൂപ വരുമാനം വെച്ചാണ് ഞങ്ങൾ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നെ നാട്ടുകാരുടെ സഹായത്താലാണ് ഞങ്ങളുടെ കുടുംബജീവിതം തന്നെ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും 2-3 മാസം കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് യാതൊരു നിവൃത്തിയില്ല. മരുന്നുകൾക്ക് തന്നെയും കൂടുതൽ പൈസ ഉള്ള അവസരത്തിലാണ്. അതിന് തന്നെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കൊച്ചിൻ്റെ പഠിത്തവും ഞങ്ങളുടെ ആഹാരവും ഭർത്താവിൻ്റെ ചികിത്സയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. ഭാര്യയെയും മകനെയും ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ജോണി ഈ അവസ്ഥയിലും ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷയിലാണ്. അസുഖം പാടെ ഭേദമായാലും ഇനിയൊരിക്കലും പെയിന്റിംഗ് ജോലിക്ക് പോകാൻ തന്നെ കൊണ്ടാകില്ലെന്ന് കാര്യവിവരമുള്ള ഈ ചെറുപ്പക്കാരൻ അറിയാം. എങ്കിലും ഒന്നെഴുന്നേൽക്കാൻ പോലുമാകാത്ത ഈ നില മാറി ഇരിക്കാനോ അല്പമെങ്കിലും നടക്കാനോ ആയാൽ ഒരു മുറുക്കാൻ കടയിട്ടിരുന്നെങ്കിലും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനാകുമെന്ന ആത്മധൈര്യം ഇപ്പോഴും ഈ യുവാവിനുണ്ട്. വീട്ടിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോണിയുടെ മകന്റെ പഠിത്തവും വഴിമുട്ടി നിൽക്കുകയാണ്. സ്വന്തമെന്ന് പറയാൻ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമില്ലാത്ത ജോണിക്ക് ഭാര്യയുടെയും മകന്റെയും സാന്നിധ്യം മാത്രമാണ് ഇപ്പോൾ ഒരേ ഒരു ആശ്വാസം. ഇവിടെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഭാര്യ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണ്. ഒരാഗ്രഹമേ ഉള്ളൂ. എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഒരു മോന് പഠിക്കുന്ന മോനാണ്. അവൻ്റെ കാര്യവും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും പിന്നെ ഇനി മുന്നോട്ട് ഈ കാല് ഇതായി വന്നാൽ മാത്രമേ എനിക്ക് വല്ല ജോലി ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു പെയിൻറ്റിങ്ങിന് ഇനി എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. വല്ല ഇത് കടയിലെങ്കിലും പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശരിയായി കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.
ഇരുട്ടടിയേറ്റതുപോലെ ജീവിതാരംഭത്തിൽ തന്നെ തളർന്നു വീണുപോയ ഈ യുവാവിന്റെ വിഹ്വലമായ നോട്ടങ്ങളും വാക്കുകളും ആരുടെയും കരളലിയിക്കുന്നതാണ്. ഈ ചെറുപ്പത്തിലെ ഇത്രയും ദുരന്തം ജീവിതത്തിലുണ്ടായിട്ടും അമൂല്യമായി ഈ ജീവിതത്തെ വെറുക്കാനല്ല, വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയും ആഗ്രഹവുമാണ് ജോണിയുടെ വാക്കുകളിൽ ഉടനീളം പ്രതിഫലിച്ചത്. എങ്കിലും തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള ചെലവും കുടുംബത്തിന്റെ ഭാവിയും എന്താകുമെന്നറിയാതെ പകച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ആശങ്കയും ഈ നിസ്സഹായനായ ചെറുപ്പക്കാരന്റെ സംസാരത്തിൽ നിഴലിക്കുകയുണ്ടായി. വേദനിക്കുന്ന ജീവിതത്തിന് ആശ്വാസം പകരാനുള്ള നല്ല മനസ്സാണ് ഈ യുവാവ് ഉറ്റുനോക്കുന്നത്. അത്തരം ഉയർന്ന മനസ്സുകൾ എത്രയോ ഉണ്ടെന്നുള്ള പ്രത്യാശയും ജോണി പ്രകടിപ്പിക്കുകയുണ്ടായി. അതാണ് ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിഷ്കളങ്കനും നിരാലംബനുമായ ഈ യുവാവിൽ ഒരിക്കലും പറ്റാത്ത വിശ്വാസമായി നിലകൊള്ളുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും എൻ്റെ മോൻ്റെ പഠിത്തവും എല്ലാം കൂടി ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് തന്നെ എനിക്ക് നല്ലൊരു തുക ആവശ്യം വേണ്ടി വരും. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇനി ജോലിക്ക് പെയിൻറ്റിങ്ങിനൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഈ കാല് ശരിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി നിന്നാൽ പോലും എന്തെങ്കിലും സഹായിച്ച് ഇത് 10 രൂപ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഈ കിടപ്പിലാണെങ്കിൽ പറ്റത്തില്ല. അപ്പം ഈ കാലൊന്ന് ശരിയാകുകയും അതിന് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ സഹായം നാട്ടുകാരിൽ നിന്നും കിട്ടിയാൽ മാത്രമേ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ ജോണിയുടെ അവസ്ഥ അതല്ല. ജോണി തീർത്തും അവശനായി കിടക്കുകയാണെന്ന കാര്യം തന്നെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു. കാരുണ്യം മൂലം പലരും ജോണിയുടെ പരിതാപകരമായ അതീവ അപകടകരമായ നിലയെപ്പറ്റി അറിഞ്ഞു. നല്ലവരായ നാട്ടുകാരുടെയും കാരുണ്യം പ്രേക്ഷകരുടെയും അശാന്ത പരിശ്രമത്തിലും അകമഴിഞ്ഞുള്ള സഹായ സഹകരണങ്ങളിലും ജോണിയുടെ ചെലവേറിയ ഓപ്പറേഷൻ പാങ്ങോട് SK ആശുപത്രിയിൽ വെച്ച് വിജയകരമായി നടത്തി. 50,000 രൂപയാണ് ഡോക്ടർമാർ ഈ ഓപ്പറേഷന് ഏറ്റവും കുറഞ്ഞ നിരക്കായി ആവശ്യപ്പെട്ടതെങ്കിലും കാരുണ്യം പ്രോഗ്രാം കണ്ട ജോണിയുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ആശുപത്രി അധികൃതരുമായി ജോണിയുടെ നിർധന അവസ്ഥയെപ്പറ്റി വിശദമായി സംസാരിച്ചതിനെ തുടർന്ന് ഹൃദയവിശാലതയുള്ള ഡോക്ടർമാർ അതീവ ഉദാര മനസ്സോടെ 20,000 രൂപ മാത്രം ചെലവിൽ ജോണിയുടെ പ്രയാസമേറിയ ഓപ്പറേഷൻ വിദഗ്ധമായും തീർത്തും വിജയകരമായും ചെയ്തു കൊടുത്തു. ഇപ്പോൾ ജോണിക്ക് അസുഖമെല്ലാം പൂർണ്ണമായും ഭേദമായി എഴുന്നേറ്റ് നടക്കാം എന്ന നിലയിൽ ജോണിയുടെ ആരോഗ്യനില അതീവ ആശാവഹമാകും വിധം പുരോഗമിച്ചിരിക്കുന്നു.
ഭാര്യയും മകനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ 2008 മുകളിൽ നിന്ന് വീണ് കാല് ഒടിഞ്ഞായിരുന്നു. അതിന് ചികിത്സയിലായിരുന്നു. ഈ കാരുണ്യത്തിൻ്റെ പ്രോഗ്രാമിലൂടെ എനിക്ക് നല്ലവരായ നാട്ടുകാരിൽ നിന്നും കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട് ഇങ്ങനെ ഒരു ജോൺ വർഗീസ് എന്ന് പറഞ്ഞ റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഇതിൽ എനിക്കൊരു വീട് പണി ചെയ്ത് തരാനുള്ള ഇതിലേക്ക് വന്ന് അങ്ങനെ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനിയും ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാരും ഇനിയും എനിക്ക് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ തരികയും എന്നെ നല്ല രീതിയിൽ ഇതിലേക്ക് കയറി താമസിക്കാനുള്ള ഒരു ഇതും കിട്ടണമെന്ന് ഞാൻ ദൈവത്തിനോടും നാട്ടുകാരോടും ഞാൻ അപേക്ഷിക്കുന്നു. നാലാഞ്ചിറയ്ക്കടുത്തുള്ള പരുത്തുപ്പാറയിലുള്ള ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്ന ദേവാലയത്തിലെ കാരുണ്യവാനായ ദൈവദാസൻ ജോൺ വർഗീസിന്റെ അലിവിലും ഉത്സാഹത്തിലും നിരാശ്രയനായ നമ്മുടെ സഹോദരൻ ജോണിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ജോലിയും നന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ വീട് നേരത്തെ എന്ന് പറയുന്നത് വെറും ഒരു മുറിയും ഒരു അടുക്കളയുമായിട്ടുള്ള മണ്ണ് കൊണ്ടുള്ള ഒരു വീടായിരുന്നു. ഏത് സമയവും താഴെ വീഴാനുള്ള അവസ്ഥയിലായിരുന്നു. ഈ കാരുണ്യ പ്രോഗ്രാമിലൂടെ പല വ്യക്തികളെയൊക്കെ കണ്ട് എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ അതിലുപരി ഇത്രമേൽ എനിക്ക് ഇത് ഒപ്പിച്ചെടുക്കാനുള്ള സഹായവും ഇതെല്ലാം ഒരു കാരുണ്യ പ്രോഗ്രാം ഒരു നിമിത്തമായിരുന്നു. എനിക്ക് വേണ്ടിയുള്ള നല്ലൊരു ഇതായിരുന്നു. വീണ്ടും എന്നെ വന്ന് കാണാനും എനിക്ക് ഇങ്ങനെയുള്ളൊരിത് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടായതിനും അതിൻ്റെ മിസ്റ്റർ മനു എന്ന് പറയുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും പിന്നെ ഇതിനു വേണ്ടി എന്നെ സഹായിച്ച നാട്ടുകാരായ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കണ്ടപ്പോൾ ജോണിയുടെ പ്രിയപത്നി ഞങ്ങളോട് ഗദ്ഗദത്തോടെ പറഞ്ഞു, അന്ന് കാരുണ്യം പ്രോഗ്രാമുമായി നിങ്ങൾ ഇവിടെ എത്തിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ലോകത്ത് കാണുമായിരുന്നോ എന്ന് ഓർത്തു പോകുന്നു എന്ന്. ഇത്രയും കഴിവിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു രീതിയിലേക്കായിരുന്നു. കാരുണ്യം എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങളെ കൂടുതൽ പേര് സഹായിച്ചത്. ആ കാരുണ്യം ഞങ്ങൾക്ക് നന്ദി പറയാൻ വീണ്ടും ഒരു അവസരം ഒരുക്കി തരുന്നതൊക്കെ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ കാലിന് 6ാമത്തെ ഓപ്പറേഷനാണ് ഞാനിപ്പോൾ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചെയ്തത്. SK ഹോസ്പിറ്റൽ ഡോക്ടർ സുധീർ പൈ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ
നൗഷാദ് എന്ന് പറഞ്ഞ ടൈറ്റാനിക് ജോലിയുള്ള ഒരു സാറിൻ്റെ കൂടെ തന്നെ സാറിൻ്റെ സുഹൃത്തുക്കളായ ഗഫൂർ എന്ന് പറഞ്ഞു അദ്ദേഹവും ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികളെല്ലാം കൂടി ചേർന്ന് ഒരു തുക സ്വരൂപിച്ച് ആണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാൻ ആ ഡോക്ടർ സുധീർ പൈ, എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായത് അദ്ദേഹത്തിലൂടെയാണ്. നല്ല മനുഷ്യത്വമുള്ളൊരു ഡോക്ടറാണ്. ഒരുപാട് 50,000 രൂപ ഹോസ്പിറ്റൽ പറഞ്ഞത് എനിക്ക് വെറും 20,000 രൂപയ്ക്കകത്ത് ഓപ്പറേഷൻ ചെയ്ത് തന്നു. അതിനും ഡോക്ടറോടും ആ ഹോസ്പിറ്റലിനോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തി. SK ഹോസ്പിറ്റലിൽ ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയതാണ്, പക്ഷേ ഇത്രയും ഇടപ്പഴിഞ്ഞിലാണ് ഹോസ്പിറ്റൽ. ഇത്രയും നല്ലൊരു അതിനനുസരിച്ച് എനിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ദൈവം സഹായിച്ച് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഒരു വർഷത്തിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചികിത്സയിലാണ്. ഇനിയും ബാക്കി എല്ലാം ദൈവവും കൂടി സഹായിക്കും. ബാക്കി ഈ പൊതുജനങ്ങളായ നാട്ടുകാരുടെ സഹകരണം ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദനിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ വേദന ദൈവം തീർത്തുകൊള്ളും എന്ന് ബൈബിൾ സൂക്തമാണ് അപ്പോൾ ഞങ്ങളുടെ കാതുകളിൽ അലയടിച്ചത്. ഈ കുടുംബത്തിന് ചെറിയൊരു ഉപഹാരം നൽകുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാനുള്ള വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ ഗംഗ ക്രിയേഷൻസ്, താര 125, TC 13/580, തമ്പുരാമുക്ക് റോഡ്, കുന്നുകുഴി, തിരുവനന്തപുരം 35. ഫോൺ 93 49 77 45 54. ഇമെയിൽ srigangaCreations@gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.